ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 4-ാം ഞായർ. നമ്മൾ തപസ്സുകാലം എന്ന് നോക്കുമ്പോൾ തപസ്സുകാലം തീരുന്നത് ഉത്ഥാന ദിനത്തിലാണ്, അതായത് ഈസ്റ്റർ. അത് 7-ാമത്തെ ഞായറാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തപസ്സുകാലത്തിലെ 4-ാം ഞായർ തപസ്സുകാലത്തിൻ്റെ കൃത്യം മധ്യമാണ്. നമ്മുടെ തപസ്സുകാലത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ തപശ്ചര്യകളുടെ ഇടയിൽ കർത്താവ് തരുന്ന, ഉത്ഥിതനായ ഈശോ തരുന്ന സന്തോഷം, ഈസ്റ്ററിൻ്റെ സന്തോഷം നമ്മൾ മറന്നു കളയരുത് എന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലെത്താരെ സൺഡേയിലൂടെ. നമ്മൾ ഈശോയുടെ ജീവിതം, ഈശോ ജനിച്ചപ്പോൾ പറയുന്നില്ലേ, ഇതാ സർവ്വജനത്തിനും സന്തോഷമേകുന്ന സദ്വാർത്ത. അതാണ് ഈശോ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുക, ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നറിയാവോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയും, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാ, എന്നാൽ ഞാൻ വീണ്ടും വരും, അപ്പോഴും നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നവനാ കർത്താവ്. അത് ആ കർത്താവിനെ കണ്ടുമുട്ടിയ പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ പ്രതി ജയിലിൽ കിടക്കുമ്പോഴും എഴുതുക ഫിലിപ്പിയിലെ സഭയ്ക്ക്. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ക്രൈസ്തവൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് ഈ സന്തോഷം. കർത്താവ് തരുന്ന സന്തോഷം, ലോകം തരുന്ന സന്തോഷമല്ല, കർത്താവ് തരുന്ന നിലയ്ക്കാത്ത സന്തോഷം. നമുക്ക് മുറിവുകളും വേദനയും വന്നാലും അതിൻ്റെ ഇടയിലും സന്തോഷിക്കാൻ സാധിക്കുന്ന സന്തോഷം. ഉത്ഥിതനായ ഈശോ വന്ന് ശിഷ്യന്മാർക്ക് തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ കർത്താവിനെ കണ്ട് സന്തോഷിക്കുക. മുറിവിലും കർത്താവിനെ കാണാൻ സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷമുണ്ടാകുന്നു. അങ്ങനെ കർത്താവിനെ കാണാനും കർത്താവിലൂടെ കാണാനും കർത്താവേകുന്ന കാഴ്ച ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാനും പ്രിയപ്പെട്ടവരെ ഉള്ള ക്ഷണമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്നത്. നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ സാവൂൾ രാജാവിൻ്റെ പിൻഗാമിയായി ദാവീദിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. അവിടെ ജെസ്സയുടെ മക്കളാണ്. ജെസ്സയ്ക്ക് ആകെ 8 മക്കളുണ്ട്. അതിൽ 7 മക്കളെ, നിൻ്റെ മക്കളെയെല്ലാം വിളിച്ചു നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ 7 മക്കളെയും വിളിച്ചു നിർത്തി. ദാവീദിനെ ഒരു രൂപത്തിൽ പരിഗണിച്ചു പോലും ഇല്ല. ഒരു പയ്യനല്ലേ, അവൻ ആടുമേയ്ക്കാൻ നടക്കുവാണെന്ന് പറഞ്ഞു. സമൂൽ വന്നിട്ടുണ്ടല്ലോ, നോക്കി ഏറ്റവും മൂത്തവനെ നോക്കിയപ്പോൾ അവൻ സുമുഖവനാണ്, പൊക്കം കൂടിയവനാണ്, സുന്ദരനാണെന്നെല്ലാം കണ്ടു. ഇവനെ ആയിരിക്കും കർത്താവ് തിരഞ്ഞെടുത്തത് എന്ന് വിചാരിച്ച് അവനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, അവനെ അല്ല. അങ്ങനെ ആ 7 പേരെയും തിരസ്കരിച്ച് കഴിഞ്ഞപ്പോഴാണ് സമൂല ചോദിക്കുന്നത്, ജെസ്സേ, നിനക്ക് വേറെ മക്കളുണ്ട്? ഈ മക്കൾ മാത്രമേ ഉള്ളൂ. അന്നേരം പറഞ്ഞു, ഒരു പയ്യനുണ്ട്, ഏറ്റവും ഇളയവനുണ്ട്, ദാവീദ്, അവൻ ആടുകളെ മേച്ചു നടക്കുക, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു, ഇവൻ തന്നെ. ആ സമയത്ത് സമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഈ മകനെ കണ്ട് അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇവനായിരിക്കുമോ രാജാവെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, മനുഷ്യർ പുറമേ മാത്രം കാണുന്നു, എന്നാൽ ദൈവമോ ഹൃദയം കാണുന്നു. ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാൻ പറ്റണം. നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ, മറ്റുള്ളവരുടെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ നമ്മുടെ കണ്ണുകൾ ഒക്കെ തുറക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അന്ധനായ മനുഷ്യന്, ജന്മന അന്ധനായ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്ന ആ കാര്യമാണ് കാണുന്നത്. അവിടെയും പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ സഹനത്തെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം, ഇവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ, എൻ്റെ മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറയാണ്, ഇത് പാപത്തിൻ്റെ ഫലമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള അവസരമാണെന്ന് പറയുക.
എനിക്ക് കർത്താവിൻ്റെ കാഴ്ചപ്പാടും ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ അന്ധനെ സുഖപ്പെടുത്തിയ കാര്യമെല്ലാം നമ്മൾ വായിച്ചു കേട്ടല്ലോ. ഇത് കഴിഞ്ഞ് നടക്കുന്ന സംഭാഷണമുണ്ട്. അതായത് ഈ ഫരീസേയരും ഇവനും തമ്മിലും നടക്കുന്ന ആ സംഭാഷണമുണ്ട്. അത് കഴിഞ്ഞ് ഈശോയും അവർ തമ്മിലുള്ള സംഭാഷണമുണ്ട്. അവിടെ കാണുന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അതായത് ദൈവം കാണുന്ന പോലെയല്ല മനുഷ്യർ കാണുന്നത്. അന്ധരല്ല എന്ന് വിചാരിച്ചിരുന്നവർ ഈശോയെ ശരിക്കും കണ്ടില്ല. ഈശോയിലെ ദൈവത്വം തിരിച്ചറിയാൻ അവർ ശ്രദ്ധിച്ചില്ല. നേരെ മറിച്ച് ജന്മനാ അന്ധനായവനോ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആദ്യം ഒരു മനുഷ്യൻ, പിന്നെന്താണ് ഒരു പ്രവാചകൻ, ദൈവത്തിൽ നിന്നുള്ളവൻ, അവസാനം കർത്താവ് എന്ന് പറയുന്ന കർത്താവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ഈശോയെ ദർശിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരിക. അതിനെയാണ് വിശ്വാസം എന്ന് പറയുക. നമ്മുടെ വിശ്വാസം നിരന്തരം വളരണം പ്രിയപ്പെട്ടവരെ. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരം വളരുന്ന പ്രക്രിയയാണ് വിശ്വാസം. ദൈവം കാണുന്ന പോലെ കാണാൻ, ദൈവത്തിൻ്റെ കണ്ണോടെ കാണാൻ, കർത്താവ് എന്ന പ്രകാശത്തിൽ കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അവിടെ പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോ പറയുന്ന ഒരു കാര്യം. എന്താണെന്നറിയാവോ? കാഴ്ചയുണ്ടെന്ന് പറയുന്നവർ കാണാതിരിക്കുന്ന അവസ്ഥ, എന്നാൽ ജന്മനാ അന്ധനായവൻ പോലും കാണുന്ന ഒരവസ്ഥ. അപ്പം അവരുടെ ഒരു രൂപത്തിൽ ഈ ഫരീസിയരുടെ പാപം എന്താണെന്നറിയാവോ? അവർക്ക് കാണാൻ കഴിവുണ്ടെന്ന് പറയുന്നു, പക്ഷേ അവർ യഥാർത്ഥത്തിൽ കണ്ടില്ല, ഈശോയെ കണ്ടില്ല. ഈശോയെ കണ്ടത് ദൈവപുത്രനായിട്ടല്ല, രക്ഷകനായിട്ടല്ല, പിന്നെയോ ശാപത്തിനെ പോലും ലംഘിക്കുന്നവനായിട്ടാണ് കണ്ടത്. നമ്മുടെ നോട്ടം വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യരുടെ പുറമേ മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ടാൽ പോരാ, മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം ദർശിച്ചാൽ പോരാ. നമുക്ക് അവരിലെ ക്രിസ്തുവിനെ കാണാൻ പറ്റണം, അവരിലെ ദൈവത്തെ കാണാൻ പറ്റണം. നമുക്ക് ആ ദൈവികമായ കാഴ്ചപ്പാട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ വായനയിലുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ എഫേസൂസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന കാര്യം എന്താ? അന്ധകാരമല്ല, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്നവനെ ഉണരുക, കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കുന്നു എന്നാണ് പറയുക. അന്ധകാരത്തിൻ്റെ സന്തതികളായിട്ടല്ല, പ്രകാശത്തിൻ്റെ മക്കളായി പ്രശോഭിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വിളിക്കപ്പെടുന്നത്. ഈ രീതിയിൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടോടെ എല്ലാം നോക്കിക്കണ്ട ആളാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി. നമ്മുടെ എല്ലാ ഇടവകളിലും ഇന്ന് മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമത്തിൻ്റെ 800-ാം വാർഷികത്തിൽ നമ്മൾ ജൂബിലി വർഷം, ലിയോ പാപ്പ വിളംബരം ചെയ്ത ആ ജൂബിലി വർഷം നമ്മുടെ ഇടവകളിലെല്ലാം നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗിയിൽ മറ്റുള്ളവരെ രൂപത്തിൽ രോഗത്തെയും പീഡകളെയും ചീത്തയും ഒക്കെ ദർശിച്ചപ്പോൾ ഇദ്ദേഹത്തിനോ അവനിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിലെ എല്ലാ അന്ധകാരവും ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ ഒരു തിരിയുടെ ആ വെട്ടത്തെ, നാളത്തെ കെടുത്താൻ സാധിക്കുകയില്ല എന്ന് പറയുക. പ്രകാശം നിറഞ്ഞവരാകുക, പ്രകാശത്തിലൂടെ എല്ലാം ദർശിക്കുവാൻ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഈ തപസ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നാം നമ്മെ കണ്ടെത്തണം. ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നാം നമ്മെ കണ്ടെത്തണം. പലപ്പോഴും ഉണ്ടല്ലോ, നാം നമ്മെ കാണാൻ നോക്കുന്നത് ലോകത്തിൻ്റെ കണ്ണിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലേക്ക്, അല്ലെങ്കിൽ സാത്താൻ്റെ കണ്ണിലേക്ക്. അതാണ് നമ്മുടെ വിഷമതകളുടെ കാരണം. നമ്മളവിടെ ശരിക്കും കാണുന്നില്ല, നമ്മളവിടെ അന്ധരാണ്. നമുക്ക് യഥാർത്ഥ കാഴ്ച വരുന്നത് കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി നാം അവനെ കണ്ടെത്തുമ്പോഴാണ്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് പിതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ കണ്ടെത്തിയപ്പോഴാണ്. നീ എൻ്റെ പ്രിയമകൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് പീഡാനുഭവത്തിലേക്ക് മുന്നേറുമ്പോൾ അവിടെയും പിതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ കണ്ടെത്തി. നീ ഇവൻ എൻ്റെ പ്രിയമകൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ എന്നുള്ള വാക്കാണല്ലോ പിതാവിൽ നിന്നും മുഴങ്ങിയത്. ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മെ കണ്ടെത്തുക. എന്നിട്ടോ ദൈവത്തിൻ്റെ കണ്ണോടെ നാം എല്ലാവരെയും എല്ലാറ്റിനെയും നോക്കി കാണുക.
അവിടെ ദൈവത്തെ കാണാൻ പറ്റും, നമ്മളെ കാണാൻ പറ്റും, മറ്റുള്ളവരെ കാണാൻ പറ്റും, നമ്മുടെ പ്രപഞ്ചത്തെ, നമ്മുടെ ലോകത്തെ കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സൂര്യനെ തൻ്റെ സഹോദരനായിട്ടാണ് കണ്ടത്, ഭൂമിയെ തൻ്റെ സഹോദരിയായിട്ടാണ് കണ്ടത്. നമ്മുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ, പ്രപഞ്ചത്തെയൊക്കെ തൻ്റെ സഹോദരങ്ങളായി ദർശിക്കുക, പ്രപഞ്ചത്തെ ഒരു ഗൃഹമായി തൻ്റെ പൊതുഭവനമായി കാണുക, പ്രപഞ്ചത്തെ പരിപാലിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനെ അനുകരിച്ചുകൊണ്ട് ദൈവപാതയിലൂടെ മുന്നേറുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമുക്ക് ആഹ്വാനം തരികയാണ്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായിട്ട് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ വരട്ടെ. ഒന്ന്, ഇത് ലെത്താരെ സൺഡേയാണ്, സന്തോഷത്തിൻ്റെ, അതായത് കർത്താവിൽ സന്തോഷിക്കുവാനും കർത്താവിൻ്റെ സന്തോഷം പകരാനും ശ്രദ്ധ വയ്ക്കേണ്ടവരെ നമ്മൾ. ഞാൻ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുവാണോ അതോ അവരുടെ ദുഃഖത്തെ മാറ്റി അവരെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാണോ എന്ന് ആത്മശോധന ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഈ ജൂബിലി വർഷത്തിൽ നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ച് ജീവിക്കാൻ ശ്രദ്ധ വെച്ച ആളാണല്ലോ ഫ്രാൻസിസ് പാപ്പ. പാപ്പ എഴുതിയ 2 പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങൾ. ഒന്ന്, ലൗദാത്തോ സി, അതായത് പ്രപഞ്ചത്തെ നമ്മുടെ പൊതുഭവനമായി ദർശിക്കുക എന്നുള്ള ആഹ്വാനം, പ്രപഞ്ചത്തെ പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഫ്രത്തേലി തൂത്തി, അതായത് നാം എല്ലാ സഹോദരങ്ങളാണ് എന്ന ഒരു ബോധം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ സന്തോഷം നിറയ്ക്കാൻ, സമാധാനം നിറയ്ക്കാൻ, സ്നേഹം നിറയ്ക്കാൻ, കരുണ നിറയ്ക്കാൻ കടന്നു വന്ന ദൈവപുത്രനായ ഈശോയെ ഏറ്റവും അനുകരിച്ച് ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ സമാധാനം കൊണ്ട്, തൻ്റെ സന്തോഷം കൊണ്ട് നമ്മെ നിറച്ച് അനുഗ്രഹിക്കട്ടെ.